റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 തെറ്റ് ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. 3 പാപം ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പല പാപങ്ങളുണ്ട്. 3 പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ശിക്ഷ കൊടുക്കും. അതിലെ 1ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസാൻ, ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള, തല്ലണ്ട, ഇതവിടെ മാതാപിതാക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെണ്ണന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചുറപ്പ് ശിക്ഷ തരികയാണ്. 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ന് രാത്രി കരഞ്ഞു, ഉമ്മാനോട് പിണങ്ങി നടക്കുന്ന, വാപ്പയോട് വാശി കാണിച്ച് നടക്കുന്ന നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഫോൺ വിളിക്ക്, ഉപ്പാനെയും ഉമ്മാനെയും ഫോൺ വിളിച്ച് സംസാരിക്ക്, ഇല്ലെങ്കിൽ അവരെ പോയി സലാം പറയാതെ ഞാൻ ഇനി പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കൂല. ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ്ണ്? ഇല്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ ആ മനുഷ്യനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ജനാസ കാണാ തയ്യാറായിക്കോ. എന്റെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന മക്കള്, നിന്റെ മക്കളുടെ സ്നേഹം അല്ലാഹു നിനക്ക് ഒരുപാട് കാലം തരൂല. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉമ്മ പറയുന്നതനുസരിക്കണേ മോര്. മാതാപിതാക്കള് പറയുന്നത്, പ്രത്യേകിച്ച് ഉമ്മ പറയുന്നത് കേൾക്കണേ മോര്. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത്. ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്. അല്ലാതെ ഉമ്മ പറഞ്ഞു ഫുട്ബോൾ കളി കാണാ പോകല്ലേടാ, ഉമ്മ ഞാൻ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്നവരുണ്ട്, സിനിമയ്ക്ക് പോകുന്നവരുണ്ട്, ടൂറ് പോകുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്, പെങ്ങള്, കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികള്, മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് പെണ്ണുങ്ങള് കാമുകന്റെ കൂടെ പോകുന്ന കാലവാ. കോടതിയുടെ വരാന്തയിൽ കിടന്ന് കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് എത്ര കരഞ്ഞാൽ ഒരു കരുണയും കാണിക്കാത്ത യുവത്വേ, ഈ ചരിത്രം നിനക്ക് പാടപാടി. ഒളിച്ചോടി പോയവളുമാര് മുഴുവനും പുഴുത്തു ചാകാനുള്ള കാരണമെന്തെന്നറിയോ? ആത്മഹത്യ ചെയ്യാറുള്ള കാരണമെന്തെന്നറിയോ? പടച്ചവനെ, ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണമെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക്, ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാമടാ. എന്ത് മറന്നാലും മറക്കരുത്. വല്ല മാതാപിതാക്കളെ പൂറ്റി വളർത്തിയ മക്കളെ അതാ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും നിന്നോട് പറഞ്ഞു തന്നോ? എടാ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവൾക്കൊരു വാപ്പയുണ്ടായിരുന്നടാ.
അവൾക്കൊരു ഉമ്മയുണ്ടായിരുന്നടോ. അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരെങ്ങാണം ഈ ഭൂമിയിൽ വീണ ഒരു കാലത്ത് നീ രക്ഷപ്പെടൂല. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അതിനകത്ത് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫളിലേ, ഞങ്ങളെല്ലാവരും കൂടെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ട് പറയാ. കൂട്ടുകാര് പറഞ്ഞു, നീ വരുന്നെങ്കിൽ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് മുഴുവനും പിരിയുകയാണ്. പടച്ചവരെ, ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മ, കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, വേണ്ട മോര്, എന്റെ പൊന്നുമോൻ ഇപ്പൊ ഉംറയ്ക്ക് പോകണ്ട, പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് മുഴുവനും കളിയാക്കുകയാണ്. ഉംറയ്ക്ക് പോലും പോകാൻ നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും കളിയാക്കിയിട്ട് തിരിച്ചു നടക്കുകയോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു. ഉമ്മാനോട് ചോദിച്ചു, എന്റെ കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോയുമ്മ, ഞാനും കൂടെ പോകട്ടെ. ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ചെറുപ്പക്കാരന് ദേഷ്യം വന്നു. വീടിന്റെ അകത്തേക്ക് കിടന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് ഉംറയ്ക്കാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, പാപം ചെയ്യാനല്ലല്ലോ. ഉമ്മാന്റെ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ്. ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഫളിലെന്ന് പറയുന്ന പൊന്നുമകൻ വീട് വിട്ടിറങ്ങുകയാ. അല്ലാഹുവേ, അവസാന യാത്ര തുടങ്ങി. മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല. കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു. ഉമ്മാന്റെ പൊരുത്തമില്ലാതെയാണ് ഇറങ്ങിയത്. അവസാനം ചിന്തിച്ചു, നാദാ, 2 റക്അത്ത് നിസ്കരിക്കാൻ തമ്പുരാന് നമസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറി ഉളുവെടുത്തിട്ട് നിസ്കരിക്കുകയോ. നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാര് പള്ളിയിലേക്ക് ഓടി വന്നിട്ട് ഫളിലിനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ്. എല്ലാവരും തല്ലുകയാണ്. കാരണം എന്തെന്നറിയുമോ? അവിടെ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കിടന്നു. ഫളിലാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാര് പിടിച്ച് കെട്ടുകയോ. കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇവനിനി ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. ഇത് കരങ്ങളും അങ്ങ് വെട്ടിമുറിക്കുകയാണ്. പടച്ചവരെ, 2 കൈപ്പത്തികളും വെട്ടിമുറിച്ചു. 2 കാലും ഇവൻ നടക്കാൻ പാടില്ല. അവന്റെ കാല് 2ഉം വെട്ടിമുറിച്ചു. ഇവന് കാണാനിനി കണ്ണ് വേണ്ട, കണ്ണങ്ങ് ചൂടി നടക്കുകയാണ്. പടച്ചവനെ, ഒറ്റ ദിവസം കൊണ്ട് 2 കൈയും പോയി, 2 കാലും പോയി, 2 കണ്ണും പോയി. എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ ഫളില് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. കൊണ്ടുപോയി വലിച്ചെറിയുകയാണ്. അടിയോരത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞു. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്ന് മരണത്തോട് മല്ലടിക്കുകയാ. യാചിക്കുന്നു, എന്റെ ദുനിയാവ് നഷ്ടമായി, എന്റെ ആഖിറം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. അല്ലാഹനെ ഓർത്തിട്ട് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുവോ? മലരാരണ്യത്തിന് വഴിയോരത്ത് കിടന്ന് യാചിക്കുകയാ. ഏതോ യാത്രക്കാര് അല്ലാഹന്റെ പേര് പറഞ്ഞിട്ട് യാചിക്കുന്നത് കണ്ടപ്പോ അവിടെ പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നു. ഒരു
പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ഉമ്മ നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാ. അവന് കണ്ണില്ല, കൈയില്ല, കാലില്ല. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലോ. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫളില് വിളിക്കുന്നു, ഉമ്മ, ഞാനാടുമ്മ, ഉമ്മാടെ പൊന്നുമോന് ഫളിലാ ഉമ്മ. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. കള്ളു കുടിക്കാൻ പോയതല്ലടോ, വ്യഭിചരിക്കാൻ പോയതല്ലടോ, സിനിമയ്ക്ക് പോയവനല്ലടോ, കറങ്ങാൻ പോയവന്റെ കഥയല്ല, ഒളിച്ചോടിയവന്റെ കഥയല്ല. പെങ്ങള് പടച്ചറപ്പിന്റെ കഅബാലയത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ? അല്ലാഹുവിന്റെ പള്ളിയിൽ ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ പോയവന് അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറയുമ്പോ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കൂല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക് റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളൊരു മരണം നിനക്ക് തരൂല. നിന്റെ അവസാനം മോശമാ, നിന്റെ അവസാനം മോശമാ, നിന്റെ ആഖിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, മക്കയിൽ പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യല്ലേ? പരമനുഷ്യന്മാരെ നല്ല കാര്യല്ലേ? എന്നാ ഉമ്മ മകനോട് പറഞ്ഞു പോകണ്ട. ഉമ്മ പറഞ്ഞു പോകണ്ട. മോൻ പോയപ്പോ അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ 18 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവർക്ക് അല്ലാഹു പിന്നെ സ്വർഗം കൊടുക്കോ? അവള് പുഴുത്തല്ലേ ജാവത്തുള്ളൂ, അവള് പുഴുത്ത് തന്നെ ജാവും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 2, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല. അൽഖമർ റളിയല്ലാഹു തആല അൻഹു ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണ്. ഒരു ഉമ്മയ്ക്ക് തോന്നിയതാ, ഉമ്മാൻ അങ്ങനെ തോന്നിയതാ. അൽഖമർ റളിയല്ലാഹു തആല അൻഹുവിന് ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു, അത്രേ ഉള്ളൂ. തല്ലിയതും ചീത്ത വിളിച്ചതും പട്ടിണി കിട്ടുന്നല്ല. ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ മരണസമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞല്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴാ അതിന് കഴിഞ്ഞത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുകയാണ്. 2, നല്ല മരണമില്ല. 2, നല്ല മരണമില്ല. മൂന്നാമത് അല്ലാഹു തരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യ. പറ്റുമ്മാനെ വേദനിപ്പിക്കുന്ന, ഉപ്പാനെ ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് കേട്ടോ. അല്ലാഹുവേ, അടുത്ത് ഞാനൊരു രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാൻ ചെന്നു. ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ. അവസാനം പടച്ചവനെ ഇന്ന് ക്യാൻസറാ. മൂത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാ. കാണാൻ ചെന്നപ്പോ, ഉസ്താദേ, എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു ഉസ്താദ്, എന്നെ തല്ലുന്ന ഉസ്താദ്, എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ അകത്തിട്ട് ഇടിക്കുകയാ. എനിക്ക് മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അല്ലാഹുവേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. അല്ലാ, ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ, അല്ലാഹുവേ, പെറ്റതള്ളയെ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഇന്നവര് നിനക്ക് അധിക പറ്റായല്ലോ. അല്ലാ,
ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ട്. രക്ഷപ്പെടില്ലടാ ചെറുപ്പക്കാരാ, വല്ലാഹി സത്യം, ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നണ്ട. അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഗൾഫുകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉമ്മാനെ ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോടി. ഒന്ന് തിരിഞ്ഞു നോക്കാ. അല്ലാഹുവേ, ഇന്നവൾക്ക് ഭർത്താവും മക്കളും മതി. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണത്തിൽ നിന്ന് സ്വർണ്ണവും തന്ന് നിന്നെ കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മാനെ നിനക്ക് നോക്കാ സമയമില്ല, വാപ്പാനെ ഒന്ന് ഫോൺ വിളിക്കാ സമയമില്ല. എന്റെ പ്രിയമുള്ളവരെ, നീ പണിത കൊട്ടാരത്തിന്റെ അകത്ത് രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് അറിയാതെ ഒന്ന് മൂത്രപൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഈ കിളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ, എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ, അല്ലാഹുവേ, ഉമ്മാന വഴക്ക് പറയുന്ന മക്കളെ, നിന്റെ ഉമ്മ വീടിന്റെ അകത്തല്ലേടാ ഒന്ന് കാർക്കിച്ചു തുപ്പിയത്? അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെയല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ. ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ചു തുപ്പിയപ്പോ, എടാ കഴുകിയാ ബെഡ് ശരിയാകുമല്ലോ, ഒന്ന് കഴുകിയാ ശരിയാകുമല്ലോ. പടച്ചവനെ, ആ സമയത്ത് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ മക്കളോട് നമ്മൾ എവിടെ കിടന്ന മൂത്രമൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ. നമ്മുടെ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട്. മോനെ, ഞാനും നിങ്ങളും ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ നമ്മളെ തല്ലിയോ, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട്, തല്ലുന്ന മക്കളോട്, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോട്, അല്ലാഹുവേ, നിനക്കല്ല തരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ. നിനക്കല്ലാഹു തരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ. നിന്റെ മക്കളും തിരിച്ച് നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ എങ്ങനെ വളർത്തിയാൽ, എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വളർത്തിയാൽ, നിന്റെ വാപ്പാനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? പാനെ നേരെ കൈപൊക്കിയിട്ടുണ്ടോ? പാനെ നീ ചീത്ത പിടിച്ചിട്ടുണ്ടോ? പാനെ അടിച്ചിറക്കിയിട്ടുണ്ടോ? അല്ലാഹു സത്യം, നിന്റെ മക്കള് ചെയ്യും വാപ്പാ. എങ്ങനെ വളർത്തിയാൽ, എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും നിന്നെ ഒരു ദിവസം അവൻ തല്ലും വാപ്പാ, നിന്നെ ചീത്ത വിളിക്കും, നിന്നെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്ന ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിനെ കിട്ടിയപ്പോ, പണം കിട്ടിയപ്പോ മറന്ന ഉമ്മ, ഇപ്പോഴേ നോക്കിക്കോ, ഈ വളർത്തുന്ന മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ കാണിക്കുമ്പോള് അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ. അപ്പോഴേ ഉമ്മാന്റെ നെഞ്ച് പൊട്ടിയതിന്റെ വേദന നിനക്കറിയോ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ, ഇന്ന് രാത്രി വീട്ടിലേക്ക് കടന്നതില് വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ പിടിച്ചിട്ട് കരവുമ്മ, തല്ലണമെങ്കിൽ തല്ലിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു ഉമ്മ, എനിക്ക് നിങ്ങളുടെ പൊരുത്തം വേണം, ഞാൻ നിങ്ങളുടെ പൊന്നുമോനല്ലേ, നിങ്ങളുടെ കാൽച്ചവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് വേണമുമ്മ. ഉമ്മാനോട് പൊരുത്തം ചോദിച്ചോ, വാപ്പായോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ.
മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ്ണ് ഈ പാതിരാത്രി വിളിക്കുമോള് ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല. നിന്റെ വിളി കാത്ത് കിടക്കുകയാ, നിന്റെ ഒരു വിളിയും കാത്ത് കിടക്കുന്ന ഉമ്മ. എന്തേ മോള്, എന്റെ മോക്ക് സുഖമാണോ? ഈ പാതിരാത്രി വിളിച്ചാലും ഉമ്മ നിന്റെ വാക്ക് വല്ലാതെ ഇഷ്ടമാ പൊന്നുമോള്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഒരുത്തൻ ചോദിക്കാതെ കിടക്കല്ലേ. നീ പള്ളിക്കാട്ടിലാണെങ്കില് 6 അടി മണ്ണിന്റെ കെട്ടാണെങ്കില് നാളെ രാവിലെ നിന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്ത് പോകണേ. പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടാണെന്ന് പോലും അറിയൂല. എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട്. നാളെ പോകടാ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ. മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പൊട്ടിക്കരന്നുകൊണ്ടും എനിക്ക് പൊരുത്തം തരണേ. ഉമ്മകത്ത് കിടന്ന് കേൾക്കുവടാ, ഞാനും നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട്, നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഒരാഴ്ച, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ അകത്ത് കൊണ്ട് കാണിക്കും, മോശമായതും കൊണ്ട് കാണിക്കും. ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കള് കരയും മോനെ. അതുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ മറക്കല്ലേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളില് ഞങ്ങളെ പെടുത്തണേ അല്ലാ. പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ വന്നു പോയതാ അല്ലാ. ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ, ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാഥാ. റബ്ബേ, എല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നോ, സത്യമായിട്ടും നിന്റെ മക്കള് നിന്നോടത് ചെയ്യും. നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, പാപ്പാനെ നീ അടിക്കാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.